ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോ നമ്മളോട് പ്രാർത്ഥനയെ കുറിച്ചാണ് പറഞ്ഞത്. ഈശോ പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. കാരണം എന്താണ്, അവര് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവരെല്ലാവരും ഒരു നോട്ടബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നത്. തെരുവീതികളിലും അല്ലെങ്കിൽ എല്ലാവരും കാണുന്ന ചില സ്ഥലങ്ങളിലൊക്കെ നിന്ന് പബ്ലിക്കായിട്ടൊക്കെ അവർ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈശോ പറയുകയാണ് അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു അല്ലെ, ഇനി പ്രത്യേകിച്ച് വേറൊന്നും കിട്ടാനില്ല. അവർ ആഗ്രഹിക്കുന്ന ഒരു പ്രതിഫലമുണ്ട്. അതെന്താണ്, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഭയങ്കര പ്രാർത്ഥനക്കാരനാണ് എന്ന് നാലാള് പറയണം. അത് അവരുടെ പ്രാർത്ഥന കണ്ടാൽ ചിലപ്പോൾ കുറച്ച് പേര് പറയുമായിരിക്കും അവർക്ക് ഓൾറെഡി പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ആയിരിക്കരുത്. നിങ്ങളുടെ ലക്ഷ്യം എന്തായിരിക്കണം? അത് സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളതായിരിക്കും. എന്നിട്ട് ഈശോ മനോഹരമായിട്ടുള്ള ആ വലിയ പ്രാർത്ഥന നമ്മൾ പഠിപ്പിക്കുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥന നമ്മൾ പഠിപ്പിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം ചെയ്യുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. ഞാൻ ഏത് തരത്തിലുള്ള പ്രതിഫലമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്? മനുഷ്യരിൽ നിന്നുള്ള ഒരു അഭിനന്ദനമാണോ, അല്ലെങ്കിൽ മനുഷ്യരിൽ നിന്നുള്ള ഒരു ആദരമാണോ, ഇയാൾ വലിയ പ്രാർത്ഥനകാരനാണ്, ഭയങ്കര സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളൊരു സംസാരമാണോ ഞാൻ ആഗ്രഹിക്കുന്ന പ്രതിഫലം? അതോ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ജീവിക്കുക, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന മാറ്റം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളൊരു പ്രതിഫലമാണോ ഞാൻ ആഗ്രഹിക്കുന്നത്? ഇന്നത്തെ സുവിശേഷ ഭാഗം ചെയ്യുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ആവശ്യമായ മാറ്റം വരുത്തി ജീവിക്കുന്നവർക്ക് നോക്കിയായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.